ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ നമ്മുടെ ചാനലിൽ നാലാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ജൂനിയർ ആണ്. ഇപ്പോൾ ഈ നീറ്റ് 2024 എഴുതി വന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഗസ്റ്റിനെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയുന്നത് എനിക്ക് നീറ്റിന് ഇത്ര മോക്ക് ടെസ്റ്റിന് 400 മാർക്ക് കിട്ടണുള്ളൂ, ചില 500 മാർക്ക് കിട്ടണുള്ളൂ, 300 മാർക്ക് കിട്ടണുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എനിക്കിപ്പോ നീറ്റ് ഞാൻ ഇപ്രാവശ്യം എഴുതി, എന്റെ മാർക്ക് പറഞ്ഞ ഒരു 300 ഒക്കെ ഉള്ളൂ, അപ്പൊ ഇനി ഒരിക്കലും ഞാൻ നീറ്റിന് നോക്കണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീറ്റിന്റെ ജേർണിന്ന് ഔട്ട് ആവുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാവും ഈ ഗസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്രയെന്ന് പറഞ്ഞാൽ നീറ്റ് മാർക്ക് 153 ആയിരുന്നു നീറ്റിന്റെ മാർക്ക്. എന്നിട്ട് ഇപ്പോ ഈ നീറ്റ് 2024 അവന്റെ തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. എത്ര മാർക്ക്? 710. അതാണ് 153 to 710. അത്ര ഒരു ലെജൻഡറി കംബാക്ക് നടത്തിയ ഒരു ഗസ്റ്റ് ആണ്. അപ്പൊ ഈ ഇന്റർവ്യൂ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവും. അപ്പൊ ഇനി നമുക്ക് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മള് വന്ന് ഗസ്റ്റിനെ കുറിച്ച് ഒന്ന് അറിയാം. അപ്പൊ ഈ ഒന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താ. ഹായ് ഗൈസ്, ഐ ആം നവീൻ. നാട്ടില് ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ എൻട്രൻസ് കോച്ചിങ് പെരിന്തൽമണ്ണയിലെ ക്രൈസാലിസ് മെർക്കുറി എൻട്രൻസ് അക്കാഡമിയിൽ നിന്നായിരുന്നു. അപ്പോൾ 2024 നീറ്റിൽ എനിക്ക് 710 എന്ന സ്കോർ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡൽഹി എയിംസിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അല്ല, എന്റെ റാങ്ക് എത്രയായിരുന്നു? കേരള റാങ്ക് 11 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 180 സംതിങ് ആയിരുന്നു. അപ്പൊ ഇനി നവീൻ, എന്നോട് ഞാൻ നേരെ നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻക്ക് ചോദിക്കാം. എന്നാണ് എന്റെ മൈൻഡിൽ വന്നത് എനിക്ക് നീറ്റാണ് എന്റെ എയിം, ഞാൻ നീറ്റാണ് ക്രാക്ക് ചെയ്യാൻ പോണത് എന്നുള്ളത്? അതായത് ഞാൻ 10th മുതലുള്ള ഈ നീറ്റിന്റെ സ്റ്റോറി ഒന്ന് സൂപ്പർഫിഷ്യലായിട്ട് പറയാം. അപ്പോൾ 10th മുതലുള്ള കഥ പറയുകയാണെങ്കിൽ 10th എനിക്ക് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ഫുൾ A+ കിട്ടിയ ഏതൊരു കുട്ടീനോടും പൊതുവെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പറയുന്നതാണ് സയൻസ് എടുത്തോ, ബയോളജി സയൻസ് എടുത്തോ. അപ്പോൾ എനിക്ക് +1 10th കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഡ്രീം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, സയൻസ് എങ്കിൽ സയൻസ് എന്ന് പറഞ്ഞ് +1 ബയോളജി സയൻസ് എടുത്തു. പിന്നെ ഞാൻ 10th പഠിക്കുമ്പോഴാണ് കോവിഡ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയത്. അപ്പോൾ എൻ്റെ 11th ഫുള്ളായിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. 12th ആണെങ്കിലും കുറച്ച് കാലേ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഭൂരിഭാഗവും +2 ആണെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്കൊന്നും അധികം പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് പൊതുവെ നമുക്ക് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇനി +2 കഴിഞ്ഞിട്ട് എന്താവണം എന്നുള്ളൊരു ധാരണ നമുക്ക് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ +1ഉം +2 ഒക്കെ ഈ ഓൺലൈൻ ക്ലാസ് കാരണം മിസ്സായപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് കോവിഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ +1ന്റെയും +2ന്റെ ഒക്കെ ടോപ്പിക്സ് കൂടുതലും ഈ ഒരു ഫോക്കസ് ഏരിയയിൽ മുങ്ങിപ്പോയത് കൊണ്ട് തന്നെ കൂടുതൽ ടോപ്പിക് ഞങ്ങൾക്ക് ഇപ്പോൾ നീറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ പെരിഫറൽ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാ, എനിക്കപ്പോഴും ഞാൻ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം ആശ്രയിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് നാട്ടിലൊരു സെന്ററിൽ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. നോർമൽ ട്യൂഷൻ, നീറ്റ് ഓറിയന്റഡ് ആയിരുന്നില്ല. അപ്പോ പിന്നെ അങ്ങനെ +2 കഴിഞ്ഞ് +2 97% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോലെ അപ്പോഴും എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ നാട്ടില് അച്ഛന്റെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഫാറൂഖ് എന്നാണ്. അപ്പോ ഞങ്ങളുടെ ഫാറൂഖ് ഡോക്ടർ പറഞ്ഞിരുന്നു, അവൻ എന്തായാലും ഇത്ര മാർക്ക് കിട്ടിയതല്ലേ, വെറുതെ ഒന്ന് നീറ്റിന്റെ റിപ്പീറ്റിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേറെ അതിനെ എതിർക്കാൻ മാത്രം എന്റെ കയ്യിൽ വേറൊരു ഡ്രീം ഒന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് എൻട്രൻസ് റിപ്പീറ്റ് അങ്ങനെ പറഞ്ഞ് ഞാൻ എൻട്രൻസ് റിപ്പീറ്റിന് ചേർന്ന്. റിപ്പീറ്റ് ചെയ്യണതന്നെ ഒന്ന് വെറുതെ പോയെന്ന് എഴുതി. നീറ്റ് എന്താണ് സംഭവം, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ ഒന്ന് പോയി എഴുതിയായിരുന്നു. അപ്പോ അതില് 153 ആയിരുന്നു ഞാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. പേപ്പർ കണ്ടപ്പോ അത് ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് OMR എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് OMR കാണുന്നത്. ഇത് OMR ആണെന്നുള്ള അറിയുന്നത് തന്നെ ഞാൻ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണ് OMR ആണെന്നുള്ള കാര്യം അറിയുന്നത്. കാരണം നമുക്ക് നീറ്റ് എന്താന്ന് പോലും അറിയില്ല. ഇത് MBBSന് കാരണം നീറ്റ് എഴുതണമെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത്. പിന്നെ എക്സാം അങ്ങനെ എഴുതി റിപ്പീറ്റിന് ചേർന്നു. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യും മുമ്പ് ഞാൻ മെമോനീറ്റ് ആപ്പിന്റെ ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞുതരാം.
അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു പ്ലാൻ ഞാൻ ചൂസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മെമോ നീറ്റിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ഷാഹുൽ അമീൻ സാറിൻ്റെ വേർഡ്സ് ആണ്. ആൾ ഈ ഒരു യങ് ഏജിൽ തന്നെ ഈ ആപ്പൊക്കെ തുടങ്ങി ഡെവലപ്പ് ചെയ്ത ആളാണ്. ഇനി നമുക്ക് ആൾക്ക് ഈ മെമോ നീറ്റിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എലൈറ്റ് പ്ലാനിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. Hey guys, a lot of students are asking me how to use MemoNeat app and score 170, 175 plus in physics. So I'm going to give you step by step how to use MemoNeat app and get guaranteed 175 plus in physics. So first, after you come to the MemoNeat homepage interface, you click on Notes 2.0. So click on old notes and in that you will see physics. So when you click on physics, all the chapter notes will be here. So for example, I will select laws of motion. So in laws of motion, if you see all the important key points with proper figures, so you can swipe like this right and left, and then you can just see all the important laws, all the basics covered. So you just have to revise all your formulae, and here also it is PYQ marked. All these notes are okay. So this particular formula, 6 PYQs have come from all these years. Okay, so like that you can revise all these important topics with applications. So I would start with the notes. You should start with the notes and revise everything. And then after you finish all these notes, you should go back to NCERT line by line question section. Inside that, if you go, you will see biology, chemistry, physics. Click on physics. In that, there will be this section called concept building questions. So you just select, I'm selecting class level concept building question, go into laws of motion, and you can see all these questions are very, very simple questions, and also you can easily answer all these questions, and this will help you to build concepts, very simple questions. Because if you know all these simple concepts, then you will understand the question, understand the numerical given. See, there are 3 steps in solving numericals in physics. Number 1, understanding the question, what is given, what is asked, what is the boundary condition that is provided. So for that understanding the question, a lot of students tell me in numerical I'm not even able to understand what they are asking. So that is understanding the question. So solving all these concept building questions, which are very, very simple, will help you to understand the question better. Okay, and also you can easily access the same chapter notes in this section also, which I showed you in the notes section. It is present in the top. Okay, you can access it here also. And after finishing concept building question, I want to know the level of NEET. Now I'm ready to solve MCQs. I'm ready to understand the question. Now the next thing I should focus is PYQs. For all the subjects, this is true, especially for physics. Okay, so then you're going to go to class 11 PYQ with videos and PYQ based similar questions. So there I'm going to go to law of motion, and in the law of motion I can find that all the year wise questions are provided. So this is 1991 NEET question. So the first question, this question was asked in NEET, and the second and third question are from the related concept. So now you are filtering because physics is vast. If you study in NCERT also, sometimes it won't be enough. If you study in standard books also, it won't be enough. So how to study it in the best way is to study the concept of the PYQ and the concept that is around. So every question, the first question will be the PYQ, for which the video solution will be provided here, and then you can see the 2-3 questions video solution will not be provided. You can try solving yourself. So if you are able to solve all these sets that are present, you can be confident that you can solve any problem that comes in NEET. Okay, but still you want to score 175 plus, then you can't take any risk. For that you have to then go to the Brahmastra Revision Patrika. So you go to Brahmastra Revision Patrika. So there will be only chemistry and physics. This is especially for chemistry and physics, students who are weak in chemistry and physics. So just select on physics. You can see in every chapter around 15 to 20 questions. Some chapters have more questions, but some chapters less. According to the weightage, questions are provided. Try to solve all these questions because these questions are of some high difficulty. Okay, so before you solve this question, you can also have a look at our mind map. Okay, so in the mind map you can see all the important formulae and everything. Get ready, and also analysis is provided. So in this particular chapter, how many questions in what all topics these questions have come will be there. You can also download this if you want. And then you go to highly conceptual questions. See, in this chapter motion in a straight line, 10 questions are there in 2 topics. Okay, so basic of motion in straight line and basic of vectors and relative velocity. So you can see in the analysis also that all the basic of motion questions only mostly have come. Okay, so now these questions if you solve, you'll be able to solve high level of questions also in physics. So this is the approach I will follow. So I will check the notes, and then I will go to concept building questions, and then I will solve PYQ and PYQ similar questions, and then I will come to Brahmastra Revision Patrika, and I will solve the high level questions. So solving these questions itself will be more than sufficient for each chapter because only 5 months are left for NEET, and this strategy will help you to cover physics in a very good way. അതേപോലെ തന്നെ വേറെ കുറേ പ്ലാൻസ് വേറെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേറൊരു ഫീച്ചറായിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടെസ്റ്റ് സീരീസ് എന്നുള്ളതും കിട്ടും. പിന്നെ ഇപ്പോൾ അവർ പുതിയതായിട്ട് ഒരു PYQ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതിപ്പോൾ ഭയങ്കര ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും വേറെ ആപ്പിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് പോയിട്ടൊന്ന് നോക്ക്, ചെക്കൗട്ട് ചെയ്തൊക്കെ ആപ്പ്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ട് പ്ലാൻ ബൈ ചെയ്യുമ്പോൾ എൻ്റെ കൂപ്പൺ ഒരു കോഡായിട്ടുള്ള AB20 എന്നുള്ളത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. സോ ഒന്ന് പോയി നോക്കി നോക്കാം. അല്ലടാ, എന്റെ റിപ്പീറ്റ് ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ പലർക്കും ഉണ്ടാവും എന്ത്, എനിക്ക് ഇത്ര മാർക്കല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് 153 മാർക്ക് കിട്ടിയപ്പോ എനിക്ക് ഇങ്ങനെ തോന്നിയെന്നോ, അതായത് അയ്യോ ഇത് ഇന്റേതല്ല. ഇപ്പൊ പലരും ഇങ്ങനെ നിർത്തിപ്പോകും. 150, ചിലരൊക്കെ 300 ആ റേഞ്ച് കിട്ടും, 400 ഒക്കെ കിട്ടുന്നവർ തന്നെ ഇത് എനിക്ക് പറ്റിയ പണിയില്ല എന്ന് തോന്നിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ 153 കിട്ടിയിട്ടും എനിക്കൊരു ഇത് വന്നല്ലോ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അതെങ്ങനെ ബിൽഡ് ചെയ്തത്? അത് ഞാൻ ഈ ഡോക്ടർ ഞങ്ങൾ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഇത് ഞാൻ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സജഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 153 ആണ്. അപ്പൊ 153 മാർക്ക് കിട്ടിയപ്പോൾ ഇത് നല്ലൊരു മാർക്കാണോ മോശം മാർക്കാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഫസ്റ്റ് നീറ്റ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ഇതെനിക്ക് പറ്റാത്തതാണെന്നുള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു അറിവ് എനിക്കില്ല.
അപ്പൊ പിന്നെ ഒന്നുമില്ല, പിന്നെ പിന്നീട് അയാൾ സജസ്റ്റ് ചെയ്തു റിപ്പീറ്റിന് വയ്ക്കുക, ഓക്കെ റിപ്പീറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റിന് ചേർന്നു ഇവിടെ മെർക്കുറി തന്നെ. മെർക്കുറി തന്നെ. എന്നിട്ട് ഫസ്റ്റ് റിപ്പീറ്റ് ചേർന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ചെന്നപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ഇത് NCERT പഠിക്കണം, നമ്മൾ ഇത്ര മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്യണം, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്, ലൈക്ക് 24-25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആണ്. ഇതിന്റെ വ്യാപ്തി, കോമ്പറ്റീഷന്റെ വ്യാപ്തിയും സിലബസിന്റെ വ്യാപ്തിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും പറയുന്നതാണ്, എസ്പെഷ്യലി ബയോളജി ഒക്കെ നമ്മൾ NCERT എപ്പോഴും നമ്മുടെ കൂടെ NCERT ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ NCERT വായിച്ചാലേ ഇത് കിട്ടുള്ളൂ എന്നുള്ളൊരു മനസ്സിലാക്കാനുള്ള ഒരു ബോധം അപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് NCERT തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ഏകദേശം എത്ര കാലം ഉണ്ടാവും പറയുകയാണെങ്കിൽ? അത് ഒരു കോവിഡ് കാരണം എന്റെ റിപ്പീറ്റും ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പൊതുവെ നമുക്ക് 11 months 12 months കിട്ടാറുണ്ട്, പക്ഷെ എനിക്ക് അതിൽ 9 months കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതില് അതിലെത്ര months ഒരു ഉണ്ട്? 4 months 5 months കഴിഞ്ഞിട്ട് NCERT അപ്പൊ ഈ ആദ്യത്തെ 4 to 5 months NCERT തൊട്ടിട്ടില്ല. അപ്പൊ കോച്ചിങ് തരുന്ന മൊഡ്യൂളാണ് ആ മൊഡ്യൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു, അവര് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തു, ബയോളജിക്കും ബയോളജിക്ക്. അപ്പൊ ഞാന് ഈ ഒരു NCERT ബോധമില്ലാതെ പോയത്, ഞാൻ കുറച്ചു കാലം ഡേ സ്കോളർ ആയിരുന്നു. അപ്പൊ ഡേ സ്കോളർ ആയിരുന്ന ടൈമില് ഹോസ്റ്റലേഴ്സിനെ അവർക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന പോലെ ഡേ സ്കോളേഴ്സിനെ അവർക്ക് അത്ര കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോ പിന്നീട് ഞാൻ ഹോസ്റ്റലിൽ ചേർന്നപ്പോഴാണ് അവർക്ക് ഒന്നുകൂടി എന്നെ മേലിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് എനിക്ക് ഒന്നുകൂടി ഇതിനെ കുറിച്ച് മനസ്സിലായതും ഞാൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലാണ്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ടൈം കഴിയുന്ന പോലെ പഠിച്ച് ആ നീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് 547 ആണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. നീറ്റ് 2023 ആദ്യം 153 to 547 എത്തി. അങ്ങനെ എന്തായി? ഇനി നീറ്റ് 2022 കഴിഞ്ഞു. പിന്നെ ഇനി എങ്ങനെ എനിക്ക് ഒരു വർഷം കൂടി ഇതിന് കൊടുക്കണോ? ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ഇനി ഒരു വർഷം കൂടി കൊടുക്കണോ, അതോ വേറെ എന്തെങ്കിലും കോഴ്സിന് പോകണോ, അതോ ഈ റിപ്പീറ്റ് തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് ആ മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്തു? കാരണം എന്തായാലും നമ്മൾ ഒരു വർഷത്തിന് കളഞ്ഞെന്ന് പറയുന്നതിലുപരി യൂസ് ചെയ്ത് ഒരു വർഷം നമ്മളിതിന് യൂസ് ചെയ്ത്, അപ്പൊ പിന്നെ എന്താ പറയാ, ഇതിനെന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, അപ്പൊ പിന്നെ ഇത് കിട്ടിയിട്ട് തന്നെയല്ലേ കാര്യമുള്ളൂ. അപ്പൊ അത് വിചാരിച്ച് ഞാൻ ഒരു ട്രൈയും കൂടി കൊടുക്കാന്ന് വിചാരിച്ച് അതേ സെന്ററിൽ തന്നെ ഞാൻ നീറ്റിന് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാരും ഈ ഫസ്റ്റ് റിപ്പീറ്റ് അടിച്ചിട്ട് ഇപ്പൊ ലോ ആയിരിക്കും, ഇപ്പൊ മാർക്കൊക്കെ പറഞ്ഞ് ലോ ഇരിക്കണവരൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഇപ്പൊ നമ്മള് ലൈഫിൽ നമ്മൾ 1 year വേസ്റ്റ് ആക്കി, അപ്പൊ ഇനി ഒരു എക്സ്ട്രാ ഒരു 1 year കൂടി ഇട്ടിട്ട് നല്ലൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളിപ്പോ നമ്മൾ ഡോക്ടർ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഈ ഒരു കൊല്ലം എക്സ്ട്രാ എടുത്തതിൽ നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് അടിക്കുന്നില്ല. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ എന്റെ നീറ്റ് 2023 കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നീറ്റിന്റെ ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഈ റിപ്പീറ്റിനെ എൻ്റർ ചെയ്തു. എന്നിട്ട് അതിന്റെ ലൈഫ് എങ്ങനെയാണ്, അതായത് ആ നീറ്റ് 2024 എനിക്ക് പ്രിപ്പയർ ചെയ്ത ആ റിപ്പീറ്റിന്റെ 1 year ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ വ്യൂവേഴ്സിന് ആവശ്യമുള്ളത്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതെ, ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് റിപ്പീറ്റ് കഴിഞ്ഞപ്പോ നമുക്ക് നീറ്റിന്റെ കോമ്പറ്റീഷനെ കുറിച്ച് മനസ്സിലായി, നീറ്റിന്റെ കണ്ടന്റിനെ കുറിച്ച് മനസ്സിലായി, ഓരോ സബ്ജക്റ്റിൽ എത്ര ഡെപ്ത് ആണെന്ന് മനസ്സിലായി, കൂടാതെ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ പഠിക്കേണ്ട രീതികൾ നമ്മൾ +1 +2 പഠിച്ച പോലെയൊന്നല്ല, ക്വൈറ്റ് ബിറ്റ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഓരോ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോ മെയിൻ ആയിട്ടും നമ്മൾ +1 +2 നമ്മൾ എടുത്ത എഫേർട്ടിനേക്കാളും നമ്മൾ കൊടുത്ത ടൈമിനേക്കാളും കൂടുതൽ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതെനിക്ക് ഈ ഒരു ഫസ്റ്റ് റിപ്പീറ്റിന്റെ ആ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ ഓരോ സബ്ജക്റ്റും പഠിക്കുക എന്നുള്ളതിലുപരി നമ്മൾ അതിനേക്കാൾ കൂടുതൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും കാലം എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആയിരുന്നു. നീറ്റിലേക്ക് വരുമ്പോഴേക്കും അത് OMR ടൈപ്പ് ബബിളിംഗ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ. നമ്മളെ കൊണ്ട് കഴിയുന്ന എത്ര എക്സാംസ് ആണോ അത്ര എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിന് എനിക്ക് എന്റെ കോച്ചിങ് സെന്റർ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർ നടത്തിയിട്ടുണ്ടായിരുന്ന കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാംസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഈ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എങ്ങനെ ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മോക്ക് ടെസ്റ്റ് കുറെ എഴുതണം എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം. ഈ പറഞ്ഞു ഓരോ സബ്ജക്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് മനസ്സിലായി. അപ്പൊ ഈ +1 +2 വെറും ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചുള്ള കൺസെപ്റ്റ് നീറ്റ് എന്നുള്ള ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കൺസെപ്റ്റ് ലെവലിൽ ഈ ബിൽഡ് ചെയ്തു. അപ്പൊ അതിനെങ്ങനെയായിരുന്നു അപ്രോച്ച്, ഓരോ സബ്ജക്റ്റും എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? ചുരുക്കി പറഞ്ഞാൽ ഓരോ സബ്ജക്ട് വൈസ് എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? അപ്പൊ ഫസ്റ്റ് ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ, ബയോളജി എല്ലാവരും പറയുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം NCERT. ബയോളജിക്ക് NCERT മസ്റ്റ് ആണ്. അതിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല.
പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രിക്കും ഫിസിക്സിനായിരുന്നു. പക്ഷെ NCERT വായിക്കുന്ന കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബയോളജിക്ക് ഈ വേണ്ടിയിട്ട്. ഒരു ചാപ്റ്റർ എത്ര വട്ടം വായിച്ചിട്ടുണ്ടാവും? ബയോളജിക്ക് വേണ്ടിയിട്ട്. ബയോളജിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോ ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് മടുത്തിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടി ബയോളജി എടുത്ത് വായിക്കല്. അപ്പൊ ബയോളജി അങ്ങനെ നമ്മൾക്ക് എപ്പോഴൊക്കെ നമുക്ക് അടുത്ത് റിഫ്രഷ് ചെയ്യാൻ കഴിയുമോ. ബയോളജിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രി പഠിക്കുന്ന പോലെ ലോജിക്കൽ അല്ല, കംപ്ലീറ്റ് പക്ക നമ്മൾ മെയിൻലി കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ നിന്ന് പോകും. അപ്പോൾ പഠിക്കുക എന്നുള്ളതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ് റിഫ്രഷ് ചെയ്യുക. അത് നമ്മുടെ മൈൻഡിൽ പഠിച്ച കാര്യം മൈൻഡിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ബയോളജി പോലത്തെ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ. എന്നും വിചാരിച്ച് നമ്മൾ തീരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നല്ല. ഇപ്പോ ബയോളജി ആണെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് ജെനറ്റിക്സ് പോലെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ബയോളജിക്കും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ മെയിൻ ആയിട്ട് NCERT പഠിച്ച് അങ്ങനെ ചെയ്യായിരുന്നു. ഓക്കെ, ഇനി കെമിസ്ട്രിന്ന് പറയുകയാണെങ്കിൽ 3 പാർട്സ് ഉണ്ട്: ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ. ഇതിനൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ ഈ മൂന്നിന് ഞാൻ NCERT വായിച്ചിട്ടില്ല. ഇനോർഗാനിക്കിന് വായിച്ചിട്ടില്ല. NCERT വായിച്ചിട്ടില്ല. ബട്ട് കോച്ചിങ് സെന്ററിൽ സാറുമാരെല്ലാം പറയായിരുന്നു NCERT വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മടിയാണ്. മെയിൻ ബിക്കോസ് എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല, ഫിസിക്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ബയോളജി, പിന്നെ കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രി അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് അധികം ടൈം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എന്താണ് ചെയ്തിരുന്നത്? കോച്ചിങ്ങിന്റെ മൊഡ്യൂൾ മാത്രം? അവരെ മൊഡ്യൂള് അവിടെ വന്നിരുന്ന അവര് സാറുമാര് പ്രൊവൈഡ് ചെയ്തിരുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവര് തന്നിരുന്ന നോട്ട്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ നോട്ട്സ് മാത്രമായിരുന്നു ഞാൻ കെമിസ്ട്രിക്ക്. ഒരു NCERT സോഴ്സ് ഉണ്ടായിരുന്നില്ല. ഒറ്റ ചാപ്റ്റർ വായിച്ചിട്ടില്ല. ഫിസിക്സിന്റെ NCERT കണ്ടിട്ടേ ഉണ്ടാവില്ല. ഫിസിക്സിന്റെ NCERT കണ്ടിട്ടില്ല. അതിൽ ഒരു ഫിസിക്സ് ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ്. ആ ചാപ്റ്ററിൽ അത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേറെ ഏത് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, EM വേവ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫിസിക്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ആ സാറ് പറഞ്ഞതല്ലേ, അപ്പൊ അന്ന് ആ ചാപ്റ്റർ വായിക്കുക വിചാരിച്ച് അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഫിസിക്സ് ഇഷ്ടം 97%. അല്ല, ഇതിൽ നമ്മളൊരു പോയിന്റ് പറയാൻ വിട്ടു. അതായത് ഈ ക്വസ്റ്റ്യൻ എവിടുന്നൊക്കെ ഏത് സോഴ്സ് നിന്ന് ചെയ്തിരുന്നു? ഇപ്പൊ കെമിസ്ട്രിക്ക് ഈ പറഞ്ഞു, ഫിസിക്സിനും കെമിസ്ട്രി കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അത് ഏത് സോഴ്സ് നിന്നിട്ടാണ് ഈ ചെയ്തിരുന്നത്? അപ്പോ ബയോളജി ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ സെന്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൊഡ്യൂളിലായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻസ് മെയിൻലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അരിഹന്ത് മാസ്റ്റർ ദി NCERT എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളായിരുന്നു. എനിക്ക് വളരെ ബയോളജിന്റെ കേസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളായിട്ട് തോന്നി. കാരണം ബയോളജി നമുക്ക് NCERT പുറത്തുനിന്നൊന്നും വേണ്ട നീറ്റിന്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ NCERT മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഏത് മൊഡ്യൂളാണെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി, യൂസർ ഫ്രണ്ട്ലി ആയിട്ടും തോന്നി. അപ്പം ബയോളജിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിഹന്തിന്റെ മാസ്റ്റർ ദി NCERT ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിസിക്സിനാണെങ്കിൽ MTGയുടെ നീറ്റ് ഗൈഡ്, അത് ലൈക്ക് അതിനും വേറെ കാരണമുണ്ട്. MTG തന്നെ വേറെയും ഒരുപാട് മൊഡ്യൂൾസ് ഇതേപോലെ ഇറക്കുന്നുണ്ട്. ഫിംഗർ ടിപ്സ്, നീറ്റ് ഗൈഡ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോ ഈ MTG തന്നെ ഇറക്കുന്ന ഈ മൊഡ്യൂൾസ് എന്നൊക്കെ MTG നീറ്റ് ഗൈഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷൻസും ആ ചാപ്റ്ററിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് മറിച്ച് വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് MTGയുടെ തന്നെ എനിക്ക് തോന്നുന്നു ഫിംഗർ ടിപ്സ് ആണെന്ന് തോന്നുന്നു, അതിൽ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ കീ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ എക്സ്പ്ലനേഷൻസ് നേരെ ബാക്കിലാണ്. അതുകൊണ്ട് ഞാനൊരു മൊഡ്യൂൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഈ മറിക്കേണ്ട ടൈം പോവല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് MTG നീറ്റ് ഗൈഡ് എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും തോന്നി. പിന്നെ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് അതിലുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അത് ഫിസിക്സിൽ തന്നെ ഇപ്പൊ കുറച്ച് ലോ ലെവലും അല്ല, എന്താ കുറച്ച് നല്ല ഹൈ ലെവലും അല്ല. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഞാൻ MTG സോഴ്സസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനോർഗാനിക്, ഓർഗാനിക് ഇത് MTGയുടെ നീറ്റ് ഗൈഡ് എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അതിനൊന്നും കൂടി അരിഹന്തിന്റെ ഞാൻ ഈ പറഞ്ഞ മാസ്റ്റർ ദി NCERT,
പിന്നെ NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. ഇതെല്ലാം കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കിനെയും ഇനോർഗാനിക്കിനെയും ഓർഗാനിക്കിനെയും സംബന്ധിച്ച് ഈ പറഞ്ഞ മൊഡ്യൂൾസ് നന്നായിരുന്നു. പക്ഷെ ഫിസിക്കൽ ആണെങ്കിൽ MTG നീറ്റ് ഗൈഡ് തന്നെ മതി. അത്യാവശ്യം നല്ല മൊഡ്യൂളാണ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പൊ അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സബ്ജക്ട് വൈസ്. ഇനി ഈ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഞാൻ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ഐ മീൻ എത്ര പാർട്ട് ടെസ്റ്റ് ചെയ്തി, എന്ന് മുതലേ ഫുൾ ടെസ്റ്റ് ചെയ്താൻ തുടങ്ങിയത്, എത്ര ഫ്രീക്വന്റ് ആയിട്ടായിരുന്നു ഈ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നത്, അങ്ങനെ ഈ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ സെന്ററിൽ ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു. അവിടെ എക്സാംസ് നടത്തിയതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഡെയിലി ഇപ്പോ നമുക്ക് ഇന്നെടുത്ത ടോപ്പിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം നാളെ ഉണ്ടാവും, നാളെ എടുത്ത ടോപ്പിക്സിന്റെ എക്സാം മറ്റന്നാൾ ഉണ്ടാവും. അങ്ങനെ ഡെയിലി എക്സാംസ് ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഞങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു വീക്കിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് ആ വീക്കെൻഡിൽ ഒരു എക്സാം നടത്തിയിരുന്നു. അത് 360 ഓർ 180 ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ മാസത്തിന്റെ എൻഡില് ആ മാസത്തിൽ കവർ ആയത് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും. അത് 720 നടത്തിയിട്ടുണ്ടാകും. ഇതിന്റെ ഒക്കെ പുറമെ ഈ ഒരു മാസത്തില് ഇവര് ഒരു ബയോളജി ഓൺലി എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരു കെമിസ്ട്രി ഓൺലി എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരു ഫിസിക്സ് ഓൺലി എക്സാം നടത്തിയിട്ടുണ്ടായിരിക്കും. അത് മാർക്ക് വേരി ചെയ്യാം. 360, 180, അറ്റ്ലീസ്റ്റ് 180 ഉണ്ടായിരിക്കും. കുറെ എക്സാം, നേരത്തെ എക്സാം. പിന്നെ ഈ എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ? ഓക്കെ സിലബസ് സെക്കൻഡ് റിപ്പീറ്റ് ആയ ടൈമിൽ ഞാൻ സെന്ററിൽ ഒരു സ്പെഷ്യൽ ബാച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ടോപ്പിക്സ് പെട്ടെന്ന് തീർത്തിട്ട് കൂടുതൽ എക്സാംസിലോട്ടും റിവിഷനിലോട്ടും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാച്ചിലായിരുന്നു ഞാൻ എന്റെ സെക്കൻഡ് റിപ്പീറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ടോപ്പിക്സ് ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ടൈമിൽ റിവിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടൈം എക്സാംസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ സിലബസ് കംപ്ലീറ്റ് ആയത് കൊണ്ട് ഒരു 3-4 മാസം കൊണ്ട് ഞങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയി. അപ്പോ ആ ഒരു പീരീഡ് എനിക്ക് തോന്നുന്നു എന്റെ സെക്കൻഡ് റിപ്പീറ്റ് പീരീഡ് ഒരു 12 മന്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് 4 മന്തിൽ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ബാക്കിയുള്ള മന്ത്സ് മൊത്തം ഫുൾ സിലബസ് ഫുൾ എക്സാം ഫുൾ സിലബസ് എക്സാം ആയിരുന്നു മെയിൻലി. അതിന്റെ ഇടയിൽ കൂടെ ലൈക്ക് നൈറ്റ് ബയോളജി ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് വേറെ ഒരുപാട് ഞാൻ ഇതുപോലെ പറഞ്ഞ ബയോളജി ഓൺലി, ഫിസിക്സ് ഓൺലി, കെമിസ്ട്രി ഓൺലി അങ്ങനത്തെ എക്സാംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഫുൾ സിലബസ് എക്സാംസ് ആയിരുന്നു. എക്സാമിന്റെ എക്സാം അത് നമ്മൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ എക്സാം എഴുതാണെങ്കിൽ കൂടി വളരെ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എന്താ പറയാ, അവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, കുറച്ച് ഫിസിക്സ് എന്നാ കടക്കട്ടെ, കുറച്ച് കെമിസ്ട്രി, കുറച്ച് ബയോളജി, അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരിക്കലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ അല്ല. അപ്പോ ഈ എക്സാം എഴുതും തോറും ഞാൻ പുതിയ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും എക്സാം എഴുതുമ്പോൾ ഏത് മെത്തേഡാണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അത് ഞാൻ ശീലിക്കുന്ന വരെയും ആ ഒരു വേ തന്നെ. ഇപ്പോ ഞാൻ പല വേകളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം ബയോളജി അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ ഫിസിക്സ് പിന്നെ കെമിസ്ട്രി അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യം ബയോളജി പിന്നെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ്, അങ്ങനെ പല രീതികളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം ഞാൻ എനിക്ക് ഒപ്റ്റിമമായി എനിക്ക് ബെസ്റ്റായി തോന്നിയ ഒരു വേ ആണ് ഞാൻ പിന്നീട് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തീർച്ചയായിട്ടും ഈ എക്സാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഈ എക്സാംസ് എഴുതുന്തോറും ഈ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നമുക്ക് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് എന്റെ വീഡിയോയിൽ തന്നെ പറയലുണ്ട്. അപ്പൊ പലരും ചോദിക്കും ഞാൻ എങ്ങനെ എന്റെ എക്സാം പാറ്റേൺ സ്ട്രാറ്റജി ആദ്യത്തെ എഴുതണോ അത് എഴുതണോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമുക്ക് അനുസരിച്ചുള്ളത് നമ്മൾ തന്നെ അതിനെന്താ ചെയ്യുന്ന വെച്ചാല് നമ്മള് കുറെ ടെസ്റ്റ് ഇങ്ങനെ പല ടൈപ്പിലും എഴുതി നോക്കുക. എന്നിട്ട് നമ്മൾ അവസാനം ആവുമ്പോഴേക്കും എന്താവും, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ എത്തും. ഇപ്പൊ നമ്മള് പഠിക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങള് ലൈക്ക് മെയിൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ഒരാളോട് ഒരു ഡൗട്ട് ചോദിച്ചു, സാർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പല അഡ്വൈസസും പല ഇൻസ്ട്രക്ഷൻസും തരും. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചൊരു മെത്തേഡ് ലാസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ്സ് പറഞ്ഞു, സബ്ജക്ട് വൈസും പറഞ്ഞു, മോക്ക് ടെസ്റ്റും പറഞ്ഞു. ഇനി സ്റ്റുഡൻസ് അധികം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് റിവിഷൻ. അപ്പൊ ഈ എങ്ങനെയായിരുന്നു ഒരു പ്രോപ്പർ ആയിട്ട് ഈ ജേർണിയിൽ അതിന്റെ റിവിഷൻ ഈ പ്ലാൻ ചെയ്തത്? അതായത് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നോ, സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നോ, അതോ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അതിന്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും റിവിഷൻ സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നോ? നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതിലും
അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പഠിച്ചതൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി. ഇതെല്ലാം വളരെ ഡിസോറിയന്റഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നീറ്റൊക്കെ ആകുമ്പോൾ പല കൺസെപ്റ്റും കണക്ട് ചെയ്ത് ചോദ്യം വരുന്ന ഒരു സ്ട്രാറ്റജിയുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചതും പലതും പല സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ ഇൻഫോർമേഷൻസിലെല്ലാം കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് റിവിഷൻ. അപ്പൊ ഈ റിവിഷന് വേണ്ടിയിട്ട് ബയോളജിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന സാധനങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, അതിന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് നോട്ട്സ് ചെയ്ത് വെക്കുമായിരുന്നു. അത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുമായിരുന്നു. അറിയാത്ത സാധനങ്ങൾ ഒന്നും കൂടി ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൺസെപ്ച്വലി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് ബേസ് ചെയ്ത് വരുന്ന എന്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഫിസിക്സിന്റെ കാര്യം, ഫിസിക്സും കെമിസ്ട്രിയും ആണെങ്കിൽ ആദ്യം ഫിസിക്സിന്റെ കാര്യം പറയാം. ഫിസിക്സിൽ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഷോർട്ട് നോട്ടിന്റെ പരിപാടി. അത് മെയിൻ ആയിട്ട് ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ ആ ചാപ്റ്ററിന് ഞാൻ ഷോർട്ട് നോട്ട് എഴുതി വെക്കുമായിരുന്നു. അത് മാക്സിമം കാണാൻ എത്ര ഭംഗി ഉണ്ടായിരിക്കുമോ അത്രയും ഭംഗിയിൽ ഉണ്ടാക്കി വെക്കും. മാക്സിമം 1 പേജ് അല്ലെങ്കിൽ 2 പേജ്. 2 പേജിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് എഴുതിയിട്ടില്ല. കാരണം ഈ ഷോർട്ട് നോട്ട് നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത്, ഇത് കാണാൻ നമുക്ക് കണ്ടത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിക്കാൻ തോന്നണം. അപ്പൊ ആ ഒരു രീതി ഷോർട്ട് നോട്ട് ഞാൻ എത്രത്തോളം അടിപൊളിയാക്കാൻ കഴിയുമോ അത്രത്തോളം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട്, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷന്റെ ടൈമിൽ നമുക്ക് ഈ നോട്ട്സ് അറിയുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. നോട്ട്സ് ആണെങ്കിലും ഇപ്പൊ NCERT വായിക്കാൻ പറയുകയാണെങ്കിലും നോട്ട്സ് NCERT ഒക്കെ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാവും. റിവിഷന്റെ ടൈമിൽ നമുക്ക് ഇത് എല്ലാതും കൂടി വായിക്കാനുള്ള ടൈം ഉണ്ടായിരിക്കില്ല. റിവിഷൻ നമുക്ക് വായിക്കാനുള്ള ടൈമല്ലേ ശരിക്കും, ഇത് ഓർഡർ ചെയ്ത് വെക്കാനുള്ള ടൈം. അപ്പൊ നമ്മൾ വളരെ മിനിമൽ ആയിട്ട് ഷോർട്ട് നോട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ ഫിസിക്സ് മെയിൻലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിക്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിരുന്നു. പക്ഷെ അത് മെയിൻലി ഫിസിക്കലിനും ഓർഗാനിക്കിനും വേണ്ടിയിട്ടായിരുന്നു. റിയാക്ഷൻസ് മെക്കാനിസം. കാരണം ഒരുപാട് റിയാക്ഷൻസ് ലൈക്ക് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്. പിന്നെ ഓരോ റിയേജന്റ് യൂസ് ചെയ്ത ഓരോ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്. നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോ ഓർഗാനിക്കും ഫിസിക്കലാകുമ്പോൾ കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഫിസിക്കലും ഓർഗാനിക്കാണ് ഞാൻ മെയിൻ ആയിട്ട് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനോർഗാനിക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനോർഗാനിക് ഞാൻ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ നോട്ട്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി നോട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പിന്നെ ലാസ്റ്റ് 1-2 months ഈ ഒരു ടൈമിലും ശരിക്കും ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ടൈമാണ്, കോർ റിവിഷൻ ടൈം. അതും പ്രശ്നം എന്താ വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റിനോട് അടുത്തു. അപ്പൊ ആ ഒരു ടെൻഷൻ എല്ലാ സ്റ്റുഡൻസിന്റെയും മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു പ്രശ്നം മനസ്സിലുള്ളപ്പോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ഫുൾ എഫക്റ്റ് നമുക്ക് പഠിത്തത്തിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ടെൻസ്ഡ് ആവാതെ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല്, നമുക്കപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാരി വലിച്ച് ചെയ്യുക എന്നുള്ളതല്ല. അതുവരെ നിങ്ങൾ എത്ര ചെയ്തോ, എന്ത് പഠിച്ചോ, ഡോണ്ട് മൈൻഡ്, ജസ്റ്റ് ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഞാനതൊരു 1 monthലേക്ക്, അതായത് ലാസ്റ്റത്തെ 1 month ചെയ്യാൻ എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ചിലപ്പോൾ 1 month ചെയ്ത് തീരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാനതൊരു മെല്ലെ 1.5 months ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുവരെ എന്തൊക്കെ ചെയ്തോ ഐ ഡിഡൻ കെയർ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടില്ല, ഇത് ഇനി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം, ഒന്നുമില്ല. ലാസ്റ്റ് ആ 1.5 month ആയോ ഒക്കെ ഒഴിവാക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടി അയ്യോ നീറ്റ് എടുത്തു, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, നീറ്റ് ഇനി വരാനായി 1.5 മാസമേ ഉള്ളൂ, ഇതെല്ലാതും കൂടി നമ്മൾ മൈൻഡിൽ ആകെ സ്ക്രിബിൾ ചെയ്ത് വെച്ച് എല്ലാം കൂടി അവസാനം കൊണ്ടുപോയി കൊളാക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് ഏറ്റവും കൂടുതൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ലാസ്റ്റത്തെ 1.5 മാസം, അതിനു മുന്നേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ ലാസ്റ്റത്തെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നിങ്ങൾക്ക് എത്ര മാസം കൊണ്ട് തീർക്കാൻ കഴിയോ ആ ഒരു മാസം നിങ്ങൾ പ്രീവിയസ് ഇയറിന് വേണ്ടി മാറ്റി വെക്കുക. അല്ല, ഈ പ്രീവിയസ് ഇയർ എത്ര ബാക്ക് പോയിരുന്നു, എത്ര ഇയർ മുതലുള്ള ചെയ്തിരുന്നു? അത് ബയോളജി ആണെങ്കിൽ നമ്മൾ ഈ സിലബസ് മാറുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പത്തെ സിലബസ് അല്ലല്ലോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബയോളജി എനിക്ക് ഒന്ന് പുതിയ എഡിഷൻ വന്നത് എനിക്ക് കറക്റ്റ് എന്ന് ഓർമ്മല്ല, 2017 2012 എത്രയാണ്, 13 തോന്നാണ്. അപ്പൊ ആ ഒരു ബയോളജിന്റെ കേസിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ കുറച്ച് മുന്നത്തേയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബയോളജി അറിയുമ്പോൾ കംപ്ലീറ്റ്ലി NCERT ആണല്ലോ. ഫിസിക്സ് ഔട്ട് ഓഫ് NCERT ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ആകുമ്പോൾ ഒരു കൺസെപ്റ്റ് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പഴയ NCERT ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി ഒരു പക്ഷെ അത് പുതിയ NCERT ആയിട്ട് കണക്ഷൻ ഉള്ള എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പൊ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഔട്ട് ഓഫ് NCERT എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മള് ഫിസിക്സും കെമിസ്ട്രിയും
അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബയോളജി എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജെയ്മെൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇല്ല ഓൺലി നീറ്റ്. ഓൺലി നീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഈ റിപ്പീറ്റേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യാൻ, കുറെ പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, ഫസ്റ്റ് റിപ്പീറ്റും കഴിഞ്ഞു. ഇനിയും അഥവാ ഇത് ഞാൻ ഇപ്പൊ ഒരു ഇയറും കൂടി കൊടുക്കുകയാണ്, ഇനി എന്റെ അടുത്തുനിന്ന് പോവോ, അങ്ങനെ കുറെ സെൽഫ് ഡൗട്ട്സ് വരിക, എന്നിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുക, ഡിപ്രഷൻ പോവുക. അപ്പോ എന്താ ചോദിക്കാന്ന് വെച്ചാല് ഈ ടൈമില് ഈ എന്നെ മോട്ടിവേറ്റഡ് ആയി വെക്കാൻ ഈ എന്താണ് ചെയ്തിരുന്നത്? അത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായത് ഓർമ്മ വരാണ്. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. അപ്പോ ഞങ്ങളുടെ സെന്ററിൽ ഇവര് പല കുട്ടികൾക്കും വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ടായിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ലൈക്ക് വയനാട്, കണ്ണൂർ, പല ഭാഗങ്ങളിലായിട്ട് ഇവർ എക്സാംസ് നടത്താറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് +1 സ്റ്റുഡൻസിനോ, ഐ എം നോട്ട് ഷുവർ, +1 ഓർ +2 സ്റ്റുഡൻസ് ഇവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പോ നീറ്റ് ടാലന്റ് ഹണ്ട് അങ്ങനെ എന്തായിരുന്നു ഈ ഒരു പരിപാടിന്റെ പേര്. അപ്പൊ ഇവർ ഈ എക്സാം നടത്തിയ ടൈമിൽ അന്ന് ഏതോ ഒരു +1 സ്റ്റുഡന്റ് അതിൽ 620 സംതിങ് സ്കോർ ചെയ്തു. അന്നത്തെ സ്കോർ അതായിരുന്നു. ആ കുട്ടിക്ക് എന്തൊക്കെ ക്യാഷ് പ്രൈസ് സംതിങ് എന്തൊക്കെയോ കൊടുത്ത് അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കെ സെന്ററിൽ ഞാൻ ഒരു സ്പെഷ്യൽ ബാച്ചിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ബാച്ചിൽ എല്ലാവരും കുറച്ച് മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവര് സെന്ററിലുള്ള ആൾക്കാർ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ബുദ്ധി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞല്ലോ പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, +1 കുട്ടികൾ എഴുതിയ എക്സാമാണ്. അന്ന് അവർക്ക് 620 സംതിങ് ആണ് ടോപ്പ് സ്കോർ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോ ആർക്കും 600ന്റെ മേലെ മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്തിരുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആനമയിലൊട്ടകം, ഇതൊന്നും ഒരു കാര്യമല്ല. ലൈക്ക് മാർക്ക് കുറയും കൂടും, നമുക്ക് ഒരിക്കലും ഇതൊരു നമ്മൾ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം. ഇപ്പോ എക്സാംസിലെ ക്വസ്റ്റ്യൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ മാർക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ എക്സാമിന് നമുക്ക് അത് ലൈക്ക് കുറച്ചൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ കൂടുതൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് സ്കോറിനെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ കുറച്ചൊക്കെ പറയുന്നത് ശരിയല്ല, പക്ഷെ എങ്കിൽ കൂടി കുറച്ചൊക്കെ ഇതിൽ ഭാഗ്യം എന്നുള്ള അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നല്ലോണം പഠിച്ചു, ഫുൾ പഠിച്ചു, എനിക്ക് എക്സാമിന്റെ അന്ന് തലവേദന വന്നു, ഒരു മൈഗ്രെയിന്റെ തലവേദന വന്നു, കഴിഞ്ഞു. ലക്ക് നല്ലൊരു ഫാക്ടറാണ്, അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് 600ന് മേലെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആലോചിക്കണം, റിപ്പീറ്റേഴ്സാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ആ 600 കിട്ടാത്ത പലരും എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വേറെ പല മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രത്തിലും കോഴിക്കോടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവര് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മാർക്ക് കുറയാം കൂടാം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഭയങ്കര മാർക്കൊന്നും കിട്ടില്ല. പിന്നെ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക. ഇപ്പത്തല്ല, ഞാൻ എന്റെ എയിം എപ്പോഴും നീറ്റ് ആയിരിക്കണം, അല്ലാതെ മോക്ക് ടെസ്റ്റിൽ ഭയങ്കര മാർക്കൊന്നുമില്ല. അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്താ നീറ്റിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എക്സാമിന്റെ മാർക്ക് കുറഞ്ഞ എന്ത് ചെയ്യാം, അതിൽ എന്തൊക്കെയാ നമുക്ക് തെറ്റിയത്, എന്തുകൊണ്ട് നമ്മളെ മാർക്ക് കുറഞ്ഞത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ഫെയിലിയർ പറ്റിയെങ്കിൽ അതിൽ മനസ്സിലാക്കാം, മിസ്റ്റേക്സ് മനസ്സിലാക്കി ഇമ്പ്രൂവ്. അത്ര പരിപാടിയുള്ളൂ. പിന്നെന്താ പറയാ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചില്ല നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മൾ അറിയുന്നൊരു, അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എക്സാമിന് വന്നപ്പോ അത് വാല്യൂ മാറിപ്പോയി. അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാക്സിമം വരുത്താതെ നോക്കുക. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സ് ആണ്. എനിക്ക് നീറ്റിന് വന്നിട്ടുള്ള 2 നെഗറ്റീവ് ഫിസിക്സ് എന്നാണ്. ഇപ്പൊ എന്റെ ടൈമിൽ എനിക്ക് ഏറ്റവും എനിക്കും ഇഷ്ടമല്ലാത്ത എനിക്ക് ഇഷ്ടമല്ലാത്ത കെമിസ്ട്രി, എനിക്ക് ബയോളജി ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫിസിക്സ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി, ഞാൻ ബയോളജി ഫുൾ മാർക്ക് കിട്ടി. പക്ഷെ എനിക്ക് ഫിസിക്സിൽ എനിക്ക് 2 നെഗറ്റീവ്. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം, ഫിസിക്സിനെ ഞാൻ അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ് അത് 2 നെഗറ്റീവിൽ ഒതുങ്ങി. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടം. പിന്നെ ജയിക്ക് നല്ല ജയിക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഫിസിക്സ് അതാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം കൊടുത്തൊരു സബ്ജക്റ്റും കൂടിയാണ് ഫിസിക്സ്. അതിൽ 2 നെഗറ്റീവ് വരും പറയുമ്പോൾ വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ജസ്റ്റ് മാക്സിമം നമ്മൾ പഠിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് ചെയ്യുക, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഈസി. അപ്പൊ ഞാൻ റിപ്പീറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് മോട്ടിവേഷൻ ലെവലാണ്. ഇനി വേറെ പലരും, ഇപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി ഒക്കെ നടത്തുമ്പോൾ പലരും തന്നെ പാരന്റ്സിന്റെ പ്രഷർ, അതായത് ഈ മാർക്ക് കുറയുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇപ്പൊ കുറെ കാലമായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പാരന്റ്സും കുട്ടികൾക്ക് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ സ്റ്റുഡൻസിനോടുള്ള സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പാരന്റ്സിനോട് എനിക്ക് എന്താ, അതായത് അവർക്കൊന്ന് അഡ്വൈസ് കൊടുക്കാം എന്റെ ഭാഗത്ത്. അപ്പൊ പാരന്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അത് എന്റെ പാരന്റ്സ് തുടങ്ങാം. എന്റെ പാരന്റ്സ് വളരെ ചില്ലായിരുന്നു. അവരെന്നെ ഒരു രീതിയിലും
ഒരു രീതിയിലും എന്നെ യാതൊരുവിധ പ്രഷറും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു പ്രഷർ കിട്ടാത്തടത്തോളം അവർക്ക് നമ്മളുള്ളൊരു വിശ്വാസമുണ്ട്. എന്റെ കുട്ടി പഠിക്കുന്നുള്ളൊരു വിശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാല് അപ്പോൾ തന്നെ അവര് പ്രഷർ തരുന്നത് നിർത്താൻ തുടങ്ങും. അപ്പോ അവരുടെ ഒരു ഭാഗത്ത് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിത്തത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും എന്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന കുട്ടികൾ. എനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ചോട്ടെ, എന്താ എക്സാമിന് എന്താ മാർക്ക് കുറഞ്ഞു, എന്താ പറ്റി, അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് ആ ഒരു സംഭവം എനിക്ക് എന്റെ പാതയിലൂടെ മൂവി ആയിരുന്നു. പക്ഷെ എന്റെ വേറെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവര് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാൻ തുടങ്ങുക, ലൈക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാവും, എന്താണെന്ന് മാർക്ക് കുറഞ്ഞെന്ന് വിളിച്ചു. അവർക്ക് കുഴപ്പമുണ്ടാവില്ല, അവരുടെ പാരന്റ്സ് എന്തോ അതാണ്, അവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷെ എന്റെ പാരന്റ്സിന് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരെന്തോ വലിയ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇവരിത് കണക്കാക്കുന്നത്. അപ്പൊ പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീറ്റ് അല്ല ലൈഫ്. നീറ്റ് ട്രൈ ചെയ്യാൻ അടിപൊളിയായിട്ട് പഠിക്കുക, പറ്റുന്നതോളം കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ വേറെ എത്ര വഴികളുണ്ട്. നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന പോലെ നിങ്ങൾ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാം കഴിയുന്നത് അത്ര ചെയ്യാം. പക്ഷെ അതിൽ മാർക്ക് കുറയുന്ന ഫേസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നീറ്റിന് തന്നെ മാർക്ക് കുറയുന്ന കേസസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ട്രയലും സെക്കൻഡ് ട്രയലും MBBS കയറാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഫേസസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാം. അല്ലാതെ നമ്മള് ലൈക്ക് നീറ്റ് മാത്രമാണ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കുട്ടികളെ പ്രഷർ ചെയ്യരുത്. കാരണം അത് അവരുടെ പഠിത്തത്തെ ബാധിക്കും. സംഭവം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാവുന്നതെങ്കിലും പ്രഷർ കൊടുക്കുന്നതെങ്കിലും അത് അവരെ പഠിത്തത്തെ ബാധിക്കുകയേ ചെയ്യുള്ളൂ. ഈ മെഡിക്കൽ ഫീൽഡ് ഓൾറെഡി ഈ നീറ്റ് എന്ന് പറയുന്നത് കോഴ്സ് തന്നെ കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ ഹെക്ടിക് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഉള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പൊ ഒരു ഹ്യൂമൻ ലൈഫ് നമ്മൾ എടുത്ത് അതിന്റെ ഇടയിൽ വേറെ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. ഓൾറെഡി ഒരുപാട് സ്ട്രെസ് നമുക്ക് ഇപ്പൊ കോഴ്സ് റിലേറ്റഡ് ആണെങ്കിലും എക്സാം റിലേറ്റഡ് ആണെങ്കിലും ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ നീറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻലി നീറ്റ് പഠിക്കുന്ന കുട്ടികളൊക്കെ പൊതുവെ ഹോസ്റ്റലിലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഫോൺ അലൗഡ് ആയിരിക്കില്ല. നമ്മുടെ മെയിൻ ഇപ്പൊ പുതിയ കാലത്ത് മെയിൻ എന്റർടൈൻമെന്റ് സോഴ്സ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ TV ഉണ്ടായിരിക്കില്ല, മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പോലും പറ്റില്ല, കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. ഓരോ ഡിപ്പെൻഡ്സ് ഓൺ ദ കോച്ചിങ് സെന്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ന്യൂസ്, മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും നമുക്ക് TVയിലൂടെ ന്യൂസ് കാണുക എന്നുള്ള രീതി, അത്തരത്തിലുള്ള ഒരു സംഭവം ഒന്നുമില്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ജീവിയാണ്. അപ്പോൾ മാക്സിമം സോഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നൊരു ജീവിക്കുന്നൊരു അപ്പൊ അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്ത് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഇത്രയും സ്ട്രെസ്സിന്റെ ഇടയിൽ കൂടെയാണ് ഒരു കുട്ടി പഠിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ ഒന്നുകൂടി സ്ട്രെസ് കൊടുത്താൽ അവരെങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കുട്ടി പഠിക്കണം എന്നായിരിക്കുമല്ലോ ഓരോ മാതാപിതാവിന്റെയും ആഗ്രഹം. അപ്പൊ അവരെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ഉള്ള പഠിപ്പ് കൂടി മുടക്കാതിരിക്കുക എന്ന് വിചാരിച്ച് തീരെ വിളിക്കാതിരിക്കുക എന്നല്ല, അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡ് കഴിക്കുന്നില്ല, സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുക. അല്ലാതെ പ്രശ്നമുണ്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കുട്ടീനോട് ചോദിക്കുക. പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെ വേണോ മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിശ്വസിക്കുക, അവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളൂ. അപ്പൊ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറയുന്ന പോലെ നല്ല പച്ചക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് നവീനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിലോ അല്ലെങ്കിൽ നവീന്റെ കൂടെ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ അതേപോലെ തന്നെ ഇനി നമ്മൾ കേരളം കത്തിക്കും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം പോലത്തെ ഒരു സാധനം തുടങ്ങാൻ പോകുന്നത്. അതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കുറെ പ്ലാനിങ് ഒക്കെ നടക്കുകയാണ്. അതിൽ നമ്മൾ നല്ല ലെജൻഡറി പുലികളായിട്ടുള്ള ഇംസോണിയൻസും പിന്നെ പുറത്തുനിന്നുള്ള കോളേജിൽ നിന്നുള്ള പുലികളൊക്കെ എന്താണ് മെഡിക്കോസ് മെന്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് നവീനൊക്കെ അതില് മെന്ററായിട്ട് വരുന്നുണ്ട്. എന്താ പറയാന്ന് വെച്ചാല് കേരളം കത്തും. നമ്മൾക്ക് ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ കേരളം കത്തിക്കും നമ്മള്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം, നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇനി ഒരു ഫോർമാലിറ്റി ഉള്ള പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല എഫേർട്ട് ഉണ്ട് ഈ വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഷെയർ ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.